ഗായകരായ ബിന്നിയുടെയും കൃഷ്ണകുമാറിന്റെയും മകളാണ് ശിവാംഗി കൃഷ്ണകുമാർ. ഗായികയാണെങ്കിൽ കൂടിയും ശിവാംഗി ആരാധകരെ സമ്പാദിച്ചത് ഒരു തമിഴ് റിയാലിറ്റി ഷോയിലൂടെയാണ്. ഇന്ന് ഗായിക മാത്രമല്ല, നടിയും മോഡലും ഡാൻസറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എല്ലാമാണ് താരം. 27-കാരിയായ താരം കഴിഞ്ഞ ദിവസം മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രൂക്ഷ വിമർശനം നേരിട്ടിരിക്കുകയാണ് അവതാരകയായ മീര അനിൽ. പ്രശസ്ത ഗായിക ശിവാംഗിയോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചെന്നാണ് ഇത്രയും വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഇവന്റിന് എത്തിയതായിരുന്നു ശിവാംഗി. മീര അനിലായിരുന്നു ആങ്കറായി എത്തിയത്. ശിവാംഗി പ്രണയിക്കുന്നുണ്ടോ, ഇഷ്ടമുള്ള വ്യക്തി ആര് എന്നെല്ലാമായിരുന്നു ചോദ്യങ്ങൾ. നടൻ ഉണ്ണിമുകുന്ദനോട് തനിക്ക് ക്രഷ് ഉണ്ടെന്ന് ശിവാംഗി പറഞ്ഞതോടെ മീര അനിൽ ഗായിക സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതുവരെ ഈ വിഷയം വിട്ടില്ല. തിരിച്ചും മറിച്ചും ഇതേ കാര്യം തന്നെ ശിവാംഗിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഈ കിട്ടുന്ന പൈസയെല്ലാം ശിവാംഗി എന്തു ചെയ്യുന്നു എന്നായിരുന്നു മീര അനിലിൻ്റെ മറ്റൊരു ചോദ്യം വന്നത്. മീരയുടെ സംസാരം വളരെ അരോചകമായി തോന്നുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം വരുന്നത്. അവർ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഒരു വിവരമില്ലാത്ത ചോദ്യങ്ങൾ. ഒരാൾക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ വീണ്ടും എന്തിനാണ് അവരെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്? അതും ജസ്റ്റ് ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞതിന് ഇങ്ങനെ വളച്ചൊടിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണോ? മീരയ്ക്ക് ഇത്രയ്ക്കും ബോധമില്ലേ? മീരയ്ക്ക് എന്തോ ശരിക്കും കുഴപ്പമുണ്ട്. അതോ ഇനി ലൈൻ സെറ്റാക്കുന്ന ബ്രോക്കർ വല്ലതുമാണോ? കണ്ണിൽ കാണുന്നവരെ എല്ലാം ശിവാംഗി ചെയ്യണോ? ഇങ്ങനെ ശിവാംഗി അവരെ ഇഷ്ടമുണ്ടോ? ഇങ്ങനെയൊക്കെ നിരവധി കമൻസുകളാണ് വരുന്നത്. വേദികളിൽ കാണുന്ന തനിക്ക് മറ്റൊരു വശമുണ്ടെന്ന് അറിയിക്കാൻ അവസരം ലഭിക്കാറില്ലെന്നും വൈറൽ ചോദ്യങ്ങളുമായി വരുന്ന തനിക്ക് ട്രോളുകൾ നേരിടേണ്ട സാഹചര്യമാണെന്നും മീര അനിൽ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മീരയുടെ ആങ്കറിംഗ് സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ചർച്ചയാകാറുണ്ട്. കോമഡി സ്റ്റാർസ് എന്ന ഷോയിൽ ആങ്കറായി എത്തിയതോടെയാണ് മീര ജനശ്രദ്ധ നേടുന്നത്. അനുചിതമായ ചോദ്യങ്ങൾ അതിഥികളോട് ചോദിക്കുന്നു എന്നാണ് മീര അനിൽ നേരിടേണ്ടി വരാനുള്ള പ്രധാന വിമർശനം. ആടുജീവിതം എന്ന സിനിമയുടെ ഇവന്റിൽ മോഹൻലാലിനോട് ചോദിച്ച ചോദ്യവും നടൻ നൽകിയ മറുപടിയും ഏറെ ചർച്ചയായതാണ്. അതേസമയം ഇത്തരം ചോദ്യങ്ങൾക്ക് പിന്നിലെ കാരണത്തെക്കുറിച്ച് മീര ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. ഷോയുടെ പിന്നിലുള്ള കാര്യങ്ങൾ ആരും അറിയുന്നില്ല. ഡയറക്ടേഴ്സിന്റെ കമന്റുകൾ മനസ്സിലെടുത്തായിരിക്കും പ്രസന്റ് ചെയ്യേണ്ടത്. ഇതൊരിക്കലും നമ്മുടെ പേഴ്സണൽ ചോയ്സുകളാകാറില്ല. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ഒരുപാടുണ്ടെന്നും മീര അനിൽ അന്ന് പറഞ്ഞു. അമ്പെയ്ത്തുകൾ വരുമ്പോൾ എല്ലാം ഞാൻ ഏറ്റുവാങ്ങുക എന്നേയുള്ളൂ. കാരണം ഞാനാണല്ലോ ഇതിൻ്റെ എല്ലാം മുൻപിൽ നിൽക്കുന്നത്. മറ്റുള്ളവരുടെ ചോദ്യമാണ് ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ളത്. അതിപ്പോൾ ശീലമായി കഴിഞ്ഞു. നമ്മൾ ആരാണെന്ന് നമുക്ക് ചുറ്റും നിൽക്കുന്ന 5 പേർക്ക് അറിഞ്ഞാൽ പോരെ? എല്ലാവരെയും അറിയിച്ച് മുന്നോട്ട് പോകാൻ ഈ ജോലിയിൽ ഒരിക്കലും സാധിക്കില്ലെന്നും മീര അനിൽ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശിവാംഗിയോട് ഇങ്ങനെ കുത്തി ചോദിച്ചത് വളരെ മോശം പോയി എന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്. കൂടുതൽ മീര അനിൽ ഇങ്ങനെ വളച്ചൊടിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ശിവാംഗി അതുവരെ മര്യാദയ്ക്കായിരുന്നു ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ശിവാംഗിക്കും അത് മടുത്തു. ശിവാംഗിയും വളരെ മികച്ച, അതായത് മീര അനിലിന്റെ വായ അടപ്പിക്കുന്ന തരത്തിൽ തന്നെ മറുപടിയും കൊടുത്തു. അതിനുശേഷം മീര അനിൽ പൊടിക്കാൻ ഒതുങ്ങി എന്ന് തന്നെ പറയുന്നു എന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്.